പ്രേക്ഷകർക്ക് സ്വാഗതം. ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ. ഇന്നലത്തെ മത്സരത്തിൽ എതിരില്ലാത്ത ഒരു ഗോളിനായിരുന്നു ജംഷഡ്പൂർ എഫ്സിയോട് ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടത്. എന്നാൽ ഇന്നലത്തെ മത്സരത്തിൽ തീർച്ചയായും ഒരു വിജയമോ അല്ലെങ്കിൽ സമനിലയോ ബ്ലാസ്റ്റേഴ്സ് അർഹിച്ചിരുന്നു. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇന്നലത്തെ മത്സരത്തിൽ മികച്ച പ്രകടനം നടത്തിയത് ബ്ലാസ്റ്റേഴ്സ് തന്നെയായിരുന്നു. കൂടാതെ ഷോട്ട്സ് ഓൺ ടാർഗറ്റിലും അതുപോലെ തന്നെ ഷോട്ട്സ് എടുത്ത കാര്യത്തിലും അതുപോലെ തന്നെ പന്ത് കൈവശം വയ്ക്കുന്ന കാര്യത്തിലും അതുപോലെ തന്നെ പാസുകളുടെ കാര്യത്തിലും ഒക്കെ ബ്ലാസ്റ്റേഴ്സ് തന്നെയായിരുന്നു മുൻപന്തിയിലുള്ളത് എന്ന് നമുക്ക് ഈ കണക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് എന്തായാലും ഇന്നലത്തെ മത്സരത്തിൽ ഒരു പരാജയമാണ് വഴങ്ങേണ്ടി വന്നത്. അതോടുകൂടി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലേ ഓഫ് സാധ്യതകളൊക്കെ ഇപ്പോൾ ഏകദേശം അസ്തമിച്ച രീതിയിലാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത്. എന്നാൽ ഇന്നലെ ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നിട്ട് നിരയിൽ അവനുണ്ടായിരുന്നെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് ആ പരാജയം വഴങ്ങേണ്ടി വരില്ലായിരുന്നു എന്ന് പറയുകയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ഒട്ടുമിക്ക ആരാധകരും. വേറെ ആരുമല്ല, ബ്ലാസ്റ്റേഴ്സിന്റെ സ്പാനിഷ് സ്ട്രൈക്കറായ ജീസസ് ടിമിനസ് തന്നെയാണ് ആ താരം. കാരണം കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി അത്രയ്ക്കും മികച്ച പ്രകടനമാണ് ജീസസ് നടത്തിക്കൊണ്ടിരുന്നത്. എന്നാൽ അതിനിടയിൽ വെച്ചാണ് താരത്തിന് പരിക്കേറ്റത്. അത് ബ്ലാസ്റ്റേഴ്സിന് ഒരു തീരാ നഷ്ടം തന്നെയായിരുന്നു. ജീസസിന് പകരക്കാരനായി കഴിഞ്ഞ 2 മത്സരത്തിലും ഇറങ്ങിയത് ക്വാമെ പെപ്രയായിരുന്നു. എന്നാൽ പെപ്രയ്ക്ക് ജീസസിന്റെ അത്രയും മികച്ച പ്രകടനം നടത്താൻ സാധിച്ചിട്ടില്ല എന്നത് ഏറ്റവും സങ്കടകരമായ ഒരു കാര്യം തന്നെയാണ്. ഇതിന് ബാക്കിയുള്ള മത്സരങ്ങളെ അപേക്ഷിച്ച് ഇന്നലത്തെ മത്സരത്തിൽ ധാരാളം അവസരങ്ങൾ ബ്ലാസ്റ്റേഴ്സിന്റെ സൂപ്പർ താരങ്ങളായ നോവ സദോയും അതുപോലെ തന്നെ എഡ്രിയാൻ ലൂണയും കൂടി ചേർന്ന് ഒരുക്കിയെടുക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിച്ചിരുന്നു. ആ അവസരങ്ങളെല്ലാം പെപ്രയിലേക്ക് നൽകിയെങ്കിലും പെപ്രയ്ക്ക് അത് ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ സാധിച്ചില്ല എന്നതാണ് ഏറ്റവും സങ്കടകരമായ ഒരു കാര്യം. എന്നാൽ പെപ്രയുടെ ആ സ്ഥാനത്ത് അവിടെ ജീസസ് ആയിരുന്നെങ്കിൽ അത് ഗോളാക്കി മാറ്റാൻ അദ്ദേഹത്തിന് സാധിച്ചേനെ എന്ന് പറയുകയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ പറയുന്നത് ശരിയാണ്. ജീസസിന് ഒരു അവസരം കിട്ടിയാൽ അദ്ദേഹം അത് ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഒരു മത്സരത്തിൽ ചിലപ്പോൾ 1-2 തവണയൊക്കെയാണ് അവസരങ്ങൾ ലഭിക്കുന്നത്. എന്നാൽ അതൊക്കെ അദ്ദേഹം ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്നാൽ കഴിഞ്ഞ മത്സരങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി കഴിഞ്ഞ മത്സരത്തിൽ മികച്ച അവസരങ്ങൾ ഒരുക്കിയെടുക്കാൻ ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചിട്ടുണ്ട്. അതൊരു പോസിറ്റീവായി തന്നെ നമുക്ക് എടുക്കാം. അടുത്ത മത്സരത്തിൽ ജീസസ് തിരിച്ചു വരുമ്പോൾ അദ്ദേഹത്തിന് ഗോൾ നേടാൻ ഇത് വലിയൊരു വഴിയാകുമെന്നുള്ള കാര്യവും നമുക്ക് ഉറപ്പാണ്. എന്തായാലും ഇപ്പോൾ ജീസസിന്റെ പരിക്കിനെ പറ്റിയ ഒരു അപ്ഡേറ്റ് ഇപ്പോൾ മാർക്കസ് മെർഗലാവ് നൽകിയിട്ടുണ്ട്. എന്നാലും അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ജീസസിന് അടുത്ത മത്സരം കൂടി കളിക്കാൻ സാധിക്കില്ല എന്നാണ് ഇപ്പോൾ മാർക്കസ് മെർഗലാവ് പറയുന്നത്. അദ്ദേഹത്തിന് ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരമായ, അതായത് ഇനി 5-ാം തീയതി നടക്കാൻ പോകുന്ന പഞ്ചാബിനെതിരെയുള്ള മത്സരവും അദ്ദേഹത്തിന് നഷ്ടമാകും. അത് കഴിഞ്ഞ് മാത്രമേ താരം തിരിച്ചെത്തുകയുള്ളൂ എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. അടുത്ത മത്സരത്തിൽ കൂടി ബ്ലാസ്റ്റേഴ്സ് അദ്ദേഹത്തിന് വിശ്രമം നൽകിയേക്കുമെന്നാണ് ഇപ്പോൾ മാർക്കസ് മെർഗലാവ് റിപ്പോർട്ട് ചെയ്തത്. അടുത്ത മത്സരത്തിലും ബ്ലാസ്റ്റേഴ്സിന് നിരാശയാണോ സമ്മാനിക്കുന്നതെന്ന് നമുക്ക് കണ്ടറിയേണ്ട ഒരു കാഴ്ച കൂടിയായിരിക്കും. എന്നാലും അടുത്ത മത്സരത്തിൽ പഞ്ചാബ് എഫ് സിയാണ് എതിരാളികൾ. എന്തായാലും അടുത്ത മത്സരത്തിലും ജീസസ് ടിമിനസ് കളിക്കില്ല എന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്.